സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് സർക്കാരിന്റെ അനധികൃത പിരിവ് ഭക്ഷണത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ സമാഹരിക്കാനാണ് നിർദ്ദേശം. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അയച്ച കത്തിലാണ് ആഹ്വാനം. കത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, നമുക്കറിയാം അനധികൃതമായാണ് ഇത്തരത്തിലൊരു പിരിവ്, അതും വിദ്യാർത്ഥികളെ കൊണ്ട് സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക പൂർണ്ണമായും ചട്ടങ്ങൾ മറികടന്നുകൊണ്ടുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കലോത്സവം തിരുവനന്തപുരത്ത് വരുമ്പോൾ അതിന് പിരിവ്, അതായത് പിരിവ് എന്ന് നമ്മൾ പറയുമ്പോൾ സാധന സാമഗ്രികൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ, അത് തേങ്ങ തൊട്ട് ഇങ്ങോട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്നത് പോലെ എല്ലാ സാധനങ്ങളും വിദ്യാർത്ഥികളിൽ നിന്ന് കളക്ട് ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ കത്താണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. അതായത് ഈ കുട്ടികളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പിരിവുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള സംക്രമങ്ങളും നടത്താൻ പാടില്ല എന്നിരിക്കെയാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് തന്നെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതിൽ പൂർണ്ണമായിട്ടും വലിയൊരു ലിസ്റ്റ് തന്നെ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് എന്തൊക്കെ ആവശ്യങ്ങളാണ് സാധാരണഗതിയിൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ വീട്ടുകളിൽ ഉണ്ടാക്കുന്ന നാളികേരം അത്തരത്തിലുള്ള സാധനങ്ങളാണെങ്കിൽ പോലും ആണ് ഈ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനൊരു വലിയ ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് സർക്കാർ. അതായത് കടകളിൽ നിന്ന് വാങ്ങുന്ന അടക്കം വറുത്ത റവ തന്നെ വേണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. അതും കുട്ടികളിൽ നിന്ന് മാത്രമല്ല, കുട്ടികളും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾ തൊട്ട് ഈ അടുത്ത തരാൻ സാധിക്കുന്ന ആരൊക്കെയുണ്ടോ അവരിൽ നിന്നെല്ലാം പിരിക്കുകയും വേണം. അതിന് ഒരു കൂപ്പൺ കൂടി, അതായത് ഒരു ബിൽ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അത് BRCകളിൽ നിന്ന് നൽകുകയും ചെയ്യും എന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇത്തരത്തിൽ കുട്ടികളെ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അത് ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള പിരിവോ അല്ലെങ്കിൽ ധനസംഗ്രഹണം അടക്കമുള്ള കാര്യങ്ങൾ ഒന്നും നടത്താൻ പാടില്ല എന്ന് നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. മാത്രമല്ല, ഈ എടുത്തു പറയേണ്ടത് കലോത്സവം എന്ന് പറഞ്ഞാൽ കോടികൾ മുടക്കിയാണ് കലോത്സവങ്ങൾ നടത്തുന്നത്. അതിന് പ്രത്യേക ഫണ്ടുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നടക്കമുള്ള പ്രത്യേക ഫണ്ട് ഇതിനായിട്ട് അനുവദിക്കുകയൊക്കെ ചെയ്യും. എന്നിരിക്കെയാണ് പിന്നീട് ഇതിന്റെ ഒരു ഭക്ഷണക്രമത്തിന്റെ ഭാഗമെന്ന് അല്ലെങ്കിൽ ഭക്ഷണം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളിൽ നിന്നുകൂടി ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട അടുക്കള സാധനങ്ങൾ സംഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സംഗ്രഹണം നടത്തണമെന്നൊരു നിർദ്ദേശം ഈ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നൽകിയിരിക്കുന്നത്. അത് കത്തിൽ പറയുന്നുമുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു കത്ത് നൽകിയിരുന്നു. അതിന് പ്രകാരം എത്രയും വേഗം ഇത് ഉറപ്പാക്കണമെന്നടക്കമുള്ളതാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ ഒരു കത്തിറങ്ങിയിരിക്കുന്നത്. എല്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ഈ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ജനുവരി 1-ാം തീയതിക്കുള്ളിൽ അത് ഉറപ്പാക്കുകയും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ പിരിക്കണം എന്നുള്ള തരത്തിലുള്ള സർക്കുലറാണ് ഇറക്കിയിട്ടുള്ളത്. അതിന്റെ പകർപ്പാണ് ജനം ടിവിക്ക് ലഭിച്ചത്.